അതായത് സെപ്റ്റിക് ടാങ്ക്, കിണർ പോലത്തെ കുഴികൾ പ്രധാന വാതിലിന്റെ നേരെ വരാൻ പറ്റുമോ എന്നൊരു സംശയം കൂടെ ആള്. പക്ഷെ ഉച്ചത്തിൽ വെക്കുമ്പോൾ ഈ ഗേറ്റിന് നേരെയോ അല്ലെങ്കിൽ വാതിലിന് നേരെയോ കുഴികളോ സെപ്റ്റിക് ടാങ്കോ, വീടിന്റെ പ്രധാന വാതിലിന്റെ നേരെ ഗേറ്റ് വരാൻ പാടുണ്ടോ എന്നുള്ളത്. ഇനിയിപ്പം അങ്ങനെ പാടില്ല എന്നാണെങ്കിൽ തന്നെ അതിനെന്താണ് ഒരു പ്രതിവിധി? ഹായ്, നമസ്കാരം. വാസ്തുപരമായി പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അശ്വിനി. പതിവ് പോലെ നമ്മുടെ കൂടെ വാസ്തുമേഖലയിൽ ഒരുപാട് വർഷമായി എക്സ്പീരിയൻസ് ഉള്ള ആസ്ട്രൽ തങ്കച്ചൻ സാറുമുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു കാര്യമാണ് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ നേരെ ഗേറ്റ് വരാൻ പാടുണ്ടോ എന്നുള്ളത്. ഇനിയിപ്പം അങ്ങനെ പാടില്ല എന്നാണെങ്കിൽ തന്നെ അതിനെന്താണ് ഒരു പ്രതിവിധി? അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ. ആദ്യം പ്രധാന വാതിലിന് നേരെ ഗേറ്റിന്റെ വാതിൽ വരാമോ, അല്ലെങ്കിൽ ഗേറ്റിന് നേരെ പ്രധാന വാതിൽ വരാൻ പറ്റുമോ? ഇത് ഒരു ദിവസം ഇതേപോലത്തെ 5 ക്വസ്റ്റ്യൻ എനിക്ക് ഫോണിലൂടെ വരാറുണ്ട്. പ്രധാന വാതിലിന് നേരെ ഗേറ്റ്, ഗേറ്റിന് നേരെ പ്രധാന വാതിൽ. ഇതൊരു വലിയൊരു സംശയമാണ്, എല്ലാവരുടെയും കൺഫ്യൂഷനാണ്. അപ്പോൾ ഇത് വളരെ നല്ല ക്വസ്റ്റ്യനുമാണിത്. ഒരുപാട് ആൾക്കാരുടെ മനസ്സിന് ഈ ചോദ്യം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ദിക്കിന് ഒരു ഉച്ചവും ഒരു നീചവും ഉണ്ട്. ഉച്ചനീച്ചങ്ങളെ കുറിച്ച് എല്ലാ വ്ളോഗുകളിലും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണെന്ന് ചോദിക്കരുത്. ഓക്കെ, ഉച്ചനീച്ചം എന്നുള്ളത് ഒരു ദിക്കിന് 2 ഭാഗമുണ്ട്. ഇപ്പം തിരഞ്ഞെടുക്കുന്ന ദിക്ക്, ഇപ്പം നമ്മൾ കിഴക്കിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കാൻ. നമ്മുടെ കിഴക്ക് മുഖമായ ഒരു വീടിന് പ്രധാന വാതിലിന് നേരെ ഗേറ്റ് വരാമോ? അപ്പൊ തിരഞ്ഞെടുക്കുന്ന ദിക്ക് കിഴക്കാണ്. അപ്പൊ കിഴക്കിൽ ഉച്ചവും നീചവും ഉണ്ട്. കിഴക്ക് മധ്യത്തിൽ നിന്ന് വടക്കേ മൂല വരെ ഉച്ചം, കിഴക്ക് മധ്യത്തിൽ നിന്ന് തെക്കേ മൂല വരെ നീചം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് രണ്ടിൽ പ്രധാന വാതിൽ എവിടെയാണെന്നാണ് ആദ്യം നോക്കേണ്ടത്. ഉച്ചത്തിലാണോ നീചത്തിലാണോ എന്നാണ് നോക്കേണ്ടത്. ഉച്ചത്തിന് നേരെയാണ് ഈക്വൽ 90 ഡിഗ്രി അല്ലെങ്കിൽ നേരെയാണ് ഗേറ്റ് ആണെങ്കിൽ അവിടെ പ്രശ്നമില്ല. ഉച്ചവാതിലുകളും ഉച്ചഗേറ്റുകളും നേർക്ക് നേർ വന്നാൽ പ്രശ്നമില്ല. ഉച്ചത്തിൽ ഡിഗ്രി ബേസ് ചെയ്ത് ഉഗ്ര ഉച്ചം, ഉഗ്രനീചം, അതായത് ഒരു പരിധിവരെ ഉച്ചമാണെങ്കിലും അതിൻ്റെ പകുതി ഒരു പ്രത്യേക ഡിഗ്രി. ഒരിക്കലും ഡിഗ്രി നമുക്ക് ഫോണിലൂടെ പറഞ്ഞ് ഈ സമയം വേസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതവർക്ക് മനസ്സിലാവത്തുമില്ല. അത് ക്ലാസ്സിലോട്ട് കടന്നു വന്നാണ് ഡിഗ്രി പഠിക്കേണ്ടത്. കാരണം സൂര്യനും വാസ്തുവും നമ്മളും ഡിഗ്രി ബേസിലാണ് ഫലാഫലങ്ങൾ പങ്കിടുന്നത്. അപ്പൊ സൂര്യ വെളിച്ചം, ഇപ്പൊ നമ്മുടെ ജാതകം വിശ്വസിക്കുന്നവരുണ്ട്, മനസ്സിലായില്ലേ? ഡിഗ്രി ബേസാ 360 ഡിവൈഡ് ബൈ 12. ഒരു ഘട്ടം മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക, ധനു, മകര, കുംഭ, മീനം. ഇതിങ്ങനെ 30 ആയിട്ട് 12 ഘട്ടമാകുമ്പോഴാണ് 360 വരുന്നത്. അതിലൊരു ഗ്രഹം എത്ര ഡിഗ്രിയിലായിരുന്നപ്പോഴാണ് ഈ ജനനം നടന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഡിഗ്രി. അതേ ഡിഗ്രി സൂര്യ വെളിച്ചവുമായി ബന്ധപ്പെട്ട് എടുക്കുന്നതാണ്. സൂര്യന് ചുറ്റും ഭൂമി 24 ഡിഗ്രി ചരിഞ്ഞ് സ്വയം കറങ്ങുകയും സൂര്യന് ചുറ്റും വലമയ്ക്കുകയും ചെയ്യുന്ന പ്രതിഭാസത്തിലാണ് നിഴൽ മാറ്റങ്ങളും ഡിഗ്രി മാറ്റങ്ങളും സംഭവിക്കുന്നത്. അപ്പം ഡിഗ്രിയാണ് ഉച്ചനീച്ചങ്ങളെ തീരുമാനിക്കുന്നത്. ഈ ഡിഗ്രി നമുക്ക് ഒരു ഇന്റർവ്യൂവിൽ ഇത്ര ഡിഗ്രിയിൽ ഇത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേട്ടതും മനസ്സിലായതും പോലും മനസ്സിലാതാവും. അതുകൊണ്ട് അതങ്ങനെ വിട്ടേ, നേരിട്ട് ചോദിക്കാൻ വരെ ക്ലാസ്സിലോട്ട് വരാം. അപ്പോൾ കിഴക്ക് ട്രൂ നോർത്താണ്, അല്ലെങ്കിൽ ട്രൂ ഈസ്റ്റ്, അല്ലെങ്കിൽ ട്രൂ സൗത്ത്, അല്ലെങ്കിൽ ട്രൂ വെസ്റ്റ്. ഇങ്ങനെ നേർദിക്കിൽ സൂര്യൻ ഉദിക്കുന്ന സ്ഥലങ്ങളിൽ ഓക്കെ, സൂര്യൻ ചരിഞ്ഞുദിക്കുന്ന സ്ഥലങ്ങളുണ്ട് രാവിലെ. അത് ഡിഗ്രി മാറ്റം സംഭവിക്കുന്ന ആ റോഡ് വളഞ്ഞു വരുമ്പോൾ വീടും വളഞ്ഞു, അതിൽ ഉച്ചനീച്ചങ്ങൾ എടുക്കുക. ഉച്ചഭാഗത്തിലൂടെ കടന്നു വരുന്ന ഗേറ്റും അതിന് സമാന്തരമായി ഉച്ചഭാഗത്തിൽ തന്നെ ഒരു പ്രധാന വാതിലുമുണ്ടെങ്കിൽ അത് 100% സക്സസും ഒരു കുറ്റവും ഇല്ലാത്ത വാതിലും പ്രോസസ്സുമാണത്. അതിൽ അത്യുത്തമത്തിൽ, അതായത് അതി ഉച്ചവും ഉഗ്ര ഉച്ചവും ഉഗ്ര ഉച്ചവാതിലും ഉഗ്ര ഉച്ച ഗേറ്റും ഇനിയും നല്ലതാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, വയ്ക്കരുതെന്ന് പറഞ്ഞ എങ്ങനെയെന്നറിയോ? നീചവാതിലിന് നേരെ ഉച്ചവാതിൽ, നീചവാതിൽ പാടില്ല. 1, ഉച്ചവാതിലിന് നേരെ എതിർമുഖമായി ഗേറ്റ് വരരുത്. ആ ഡയഗണൽ വർക്കാവത്തില്ല. അപ്പോൾ അത് കുറച്ചുകൂടെ ടഫാണ്. അതിന് ലളിതമായ കാര്യം പറഞ്ഞുതരാം. ഉച്ചത്തിലാണ് വാതിലെങ്കിൽ, ഉച്ചത്തിലാണ് ഗേറ്റ് എങ്കിൽ അത് നേർക്ക് നേരെ വന്നാൽ പ്രശ്നമില്ല. നീചത്തിലാണ് വാതിൽ, നീചത്തിൽ ഒരു ഗേറ്റും ഉണ്ടെങ്കിൽ അത് എന്താ പറയുക, കഷ്ടകാലം പിടിച്ചവന്റെ തലയിൽ ഒരു ഈ തേങ്ങ വീഴുന്ന കണക്കാണ്. നീചവാതില അതേ ദുഃഖമോ, അതിന് ഓപ്പോസിറ്റായിട്ട് നീച ഗേറ്റും കൂടെ വരുമ്പോഴത്തേക്കും ഡബിൾ ഫോഴ്സ് അവിടെ വർക്കൗട്ട് ആവും. ഇത് ഡിഗ്രി ബേസിലാണ് ഇത് കൂടുതലും കൺഫേം ചെയ്യാൻ കഴിയുക.
അപ്പം ഉച്ചം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഉച്ചം ഒരു പക്ഷേ 30 ഡിഗ്രി നോർത്ത് ലെഫ്റ്റോ റൈറ്റോ ആണെങ്കിൽ ഇവിടുത്തെ ഉച്ചവും ലെഫ്റ്റ് റൈറ്റ് വലിയും. കാരണം ട്രൂ നോർത്ത് വടക്കിൽ നിന്നും ഇടത്തോട്ടാണ് കാണിക്കുകയാണെങ്കിൽ ഒരു 30 ഡിഗ്രിയോളം കയറും. 10, 20, 25, 30, 35, 40, 45 വരെ പോകും. 45 വരെ വന്നു കഴിഞ്ഞാൽ ഇത് വിധിക്കായി ഡിഗ്രി മാറ്റം സംഭവിച്ചു. അവിടെ ഉച്ചനീച്ചങ്ങളെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രശ്നവും വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു ടെക്നീഷ്യന്റെ സഹായം തേടൂ, എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ കുറച്ച് ഫോണുകൾ വരുന്നത് എങ്ങനെയെന്നറിയോ, സാർ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തോളാം. എങ്ങനെ ഇപ്പം നമ്മൾ വീഴുന്നൊരു മുറിവ് പറ്റുന്നു, ഒരു 3-4 സ്റ്റിച്ചിന് അനുയോജ്യമായ രീതിയിൽ ഒരു നല്ല വീഴ്ച വീഴുന്നു, ഒരു നല്ലൊരു മുറിവ് പറ്റി, ഇവർ ഡോക്ടറിനെ വിളിക്കുകയാണ്, സാർ ആ സിറിഞ്ചിന്റെ പേരെന്ന് പറയൂ, ആ സൂചിയുടെ പേരെന്ന് പറയൂ, ആ മരുന്നിന്റെ പേരെന്ന് പറയൂ, ഞാൻ കുത്തി വെച്ചോളാം എന്ന് പറയുന്ന രീതിയിൽ എന്നോട് സാർ ഒന്ന് പറഞ്ഞാൽ മതി ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നത്. അവിടെ 5-8 ലക്ഷം രൂപ ചിലവാക്കാൻ പോവാം. മനസ്സിലായില്ല? അപ്പൊ അതൊരു മാനസികാവസ്ഥയും പ്രാപ്തവുമാണ്. വാസ്തു വിധി പ്രകാരം ഇപ്പം എന്നോട് ചോദിക്കുന്നത്, ഞാൻ ട്രിവാൻഡ്രത്ത്, എൻ്റെ നാടാണെന്ന് എല്ലാവർക്കും അറിയാം, ട്രിവാൻഡ്രം എൻ്റെ നാട്. എൻ്റെ ഡിസ്ട്രിക്റ്റും അയൽ ഡിസ്ട്രിക്റ്റായ കൊല്ലവും അല്ലെങ്കിൽ അപ്പുറത്തൊരു കന്യാകുമാരിയും മാത്രം നോക്കിയാൽ ഒരു ദിവസം രാവിലെ പോയി ഒരു വർക്ക് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാം. മറ്റ് ക്ലാസ്സും ഡീറ്റെയിൽ എൻക്വയറീസ് ഒക്കെ എനിക്ക് നോക്കാം. ഞാൻ ഈ ലോകം മുഴുവൻ എന്തിനാണ് സഞ്ചരിക്കുന്നത്? എനിക്ക് ചോദിക്കുന്ന കാശ് തരാൻ എൻ്റെ നാട്ടിൽ തന്നെ ആളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പരിസര ജില്ലകളിൽ തന്നെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാനിങ്ങനെ സഞ്ചരിക്കുന്ന എന്തിനാ? ഇതൊരു പ്രാപ്തോ? പൈസയാണെങ്കിൽ എനിക്ക് നാട്ടിൽ നിന്നാൽ മതി, ചോദിക്കുന്ന പൈസ തരും. അവിടെ പോകണം, നമുക്ക് അവിടെ നമ്മുടെ ആവശ്യമുണ്ട്, നമ്മളവിടെ പോകുന്നു, നമ്മുടെ പ്രാപ്തം ഉപയോഗിച്ചുകൊണ്ട് ആ വീടിന്റെ കർമ്മ ക്രോസ് ചെയ്ത് ഡീകോഡ് ചെയ്യുന്നു, അതിനെ ഖണ്ഡിക്കുന്നു, പുതിയ വാസ്തു ഐശ്വര്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഞാൻ പോകുന്നിടത്തെല്ലാം ക്ലാസ് എടുത്തിട്ട് അറിയോ. അപ്പം ഇവിടെ ഇത് കൺഫ്യൂഷൻ ആവരുത് എപ്പോഴും. അതാണ് ഡിഗ്രികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്, ക്ലാസ്സിൽ മാത്രം അത് പറയുന്നത്. ഉച്ചഭാഗങ്ങൾ വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. കിഴക്കാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കിഴക്ക് മധ്യത്തിൽ നിന്ന് വടക്കേ മൂല വരെ ഉച്ചം, കിഴക്ക് മധ്യത്തിൽ നിന്ന് തെക്കേ മൂല വരെ നീചം. ഈ നീചവാതിലും നീച ഗേറ്റും തെറ്റ്, ഉച്ചവാതിലും ഉച്ച ഗേറ്റും നല്ലതാ. ഇത് പോസിറ്റീവ്. ഉച്ചം എന്ന് പറയുന്നത് പോസിറ്റീവ്, നീചം എന്ന് പറയുന്നത് നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് പോർഷനിലിരിക്കുന്ന വാതിലും അതിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗേറ്റും തെറ്റാണ്. ലക്ഷ്മി ചോദിച്ച ചോദ്യം, ഉച്ചഭാഗത്തുള്ള ഓപ്പോസിറ്റ് വരുന്ന വാതിൽ അനുയോജ്യം, പക്ഷേ നീചഭാഗത്ത് ഓപ്പോസിറ്റ് വരുന്ന വാതിൽ പാടില്ല. ഓപ്പോസിറ്റ് വാതിൽ ഒരിക്കലും നീചത്തിൽ ഓപ്പോസിറ്റ് വരരുത്, വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. മനസ്സിലായില്ലേ? കൂടെ തന്നെ ഒരുപാട് പേർക്കുള്ള സംശയം തന്നെയാണ് ഈ പ്രധാന വാതിലിന്റെ നേരെ ഗേറ്റ് വരുന്നു എന്നുള്ളതിനെ പോലെ തന്നെ കുഴികൾ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് സെപ്റ്റിക് ടാങ്ക്, കിണർ പോലത്തെ കുഴികൾ പ്രധാന വാതിലിന്റെ നേരെ വരാൻ പറ്റുമോ എന്നൊരു സംശയം കൂടെ ആളുകൾക്ക്. ഇതിന്റെ കൂടെ ഞാനും പറയണമെന്ന് ആഗ്രഹിച്ച, പക്ഷെ പെട്ടെന്ന് ശരി, നല്ല ക്വസ്റ്റ്യനാണ്. ഇതേപോലെ തന്നെയാണ് അതും, പക്ഷെ അതിനൊരു വ്യത്യാസമുണ്ട്. ഒരു വാതിലിന് നേരെ, ഉച്ചവാതിലാണെങ്കിലും നീചവാതിലാണെങ്കിലും, ഒരു വാതിലിന് നേരെ ഒരു കുഴി അനുവദനീയമല്ല. ഇതേ സമയത്ത് നീചവാതിലും നീച ഗേറ്റുമാണെങ്കിൽ ആൾറെഡി അവിടെ തെറ്റാ. അവിടെ നിങ്ങൾ കുഴി വെച്ചാലും ഇല്ലെങ്കിൽ എല്ലാം ഒന്നാ. ഇപ്പൊ നിങ്ങളുടെ നീചവാതില, നീചത്തിൽ ഗേറ്റുവാ. അപ്പൊ വാതിൽ തുറന്ന ഉടനെ ഒരു കിണറോ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കോ കുഴികളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആകാം. കാരണം അതല്ലാതെ തന്നെ അത് തെറ്റാ. നീചത്തിൽ വാതിലും നീചത്തിൽ ഗേറ്റും തെറ്റാ. ആ തെറ്റിനോടൊപ്പം ഈ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, എല്ലാം ഒരേ എനർജിയാണ്. പക്ഷെ ഉച്ചവാതിലുകൾ വെക്കുമ്പോൾ ഉച്ച ഗേറ്റും ഉച്ചവാതിലും നേർക്ക് വരുന്നാലും, അല്ലെങ്കിൽ വാതിലിന് നേരെയായിട്ടൊരു കുഴി, അല്ലെങ്കിൽ ഗേറ്റ് തുറന്ന് നേരെ കിടക്കുന്ന ഒരു കുഴി, അത് തെറ്റാ. ഇതൊരു എനർജി ഫ്ലോ എപ്പോഴും കൊണ്ടുവരും. ഒരു കുഴി, മണ്ണിനടിയിലുള്ള ജലം മണ്ണിന് മേളിലുള്ള ഒരു തേങ്ങയുമായി കണക്ട് ചെയ്യുന്നില്ലേ? ഈ കിണർ വെക്കുന്ന ആൾക്കാർ തേങ്ങ, ചില വേപ്പിന്റെ കമ്പ് ഇങ്ങനെ കറങ്ങുന്നില്ലേ? ഇതൊക്കെ എല്ലാം താഴേന്ന് ഒരു എനർജി മേളിലോട്ട് ആഗിരണം ചെയ്തുകൊണ്ടിരിക്കും. അത് വലിയ കമ്പസൂത്രമൊന്നുമില്ല. ഒരു തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കയ്യിലെടുത്ത് വെക്കാം. ഇതിന് ശരിക്കും നടക്കാൻ പഠിക്കണം. കൈ അനക്കാതെ ബാലൻസ് ചെയ്ത് നടക്കാൻ പഠിക്കുമ്പം താഴെ ജലമുള്ള സ്ഥലത്ത് ഉണ്ടാകുന്ന ഒരു ഈർപ്പില്ലേ, ഈ തേങ്ങയിലുള്ള ജലവുമായിട്ട് കണക്ട് ചെയ്ത് തേങ്ങ ഒരല്പം ഷേക്കാവും. ചില ആൾക്കാർ ഈ തേങ്ങയൊക്കെ ഇങ്ങനെ ചാടി രജനീകാന്തിനെ പോലെ പറന്നു പോകുന്നത് കാണാം. ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. തേങ്ങ ഇങ്ങനെ ചാടി 2-3 കിലോമീറ്റർ കഴിഞ്ഞ് വീഴുന്നതും. തേങ്ങ തന്നെ പാത്രത്തിൽ ഇങ്ങനെ വെള്ളം വെച്ച് ജലവും ഇനി നിങ്ങൾ ചുടുകല്ലില്ലേ, ഒരു ചുടുകല്ല് ഒന്ന് കെട്ടി, ചുടുകല്ല് ചെറിയൊരു ഈർപ്പുള്ള ചുടുകല്ല് ഉണ്ടാവുമല്ലോ, നനഞ്ഞ പുതിയ ചുടുകല്ല്, ഒരു ചെടി, ഇതിന് ഒരു കയറിൽ സൂക്ഷ്മമായി കെട്ടി ഇങ്ങനെ വളരെ ഈ കൈ ബാലൻസിങ് ആണ് അതിന്റെ. കറക്റ്റായിട്ട് ബോഡി കറക്റ്റായിട്ട് സെന്റർ ചെയ്ത് കൈ ബാലൻസ് ചെയ്ത് ഇതിങ്ങനെ മെല്ലെ മൂവ് ചെയ്യുമ്പോൾ താഴെ ജലം ഉണ്ടെങ്കിൽ ഇത് ഷേക്ക് ആവും.
ഇതിനെ വെച്ച് അടുത്ത അത്ഭുത സിദ്ധികളൊക്കെ വാസ്തുവിൽ ചെയ്യുന്നുണ്ട്. ചില ഏതൊരു വിദ്വാൻ ഞാൻ കണ്ടു, അതെ അതെ ചാർജ് കണ്ടുപിടിച്ച് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും വാസ്തു എന്നൊക്കെ. അതെ, ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം. നിങ്ങളുടെ കയ്യിൽ ഒരു കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് വേണം കേട്ടോ. കയ്യിൽ ഒരു തേങ്ങ കറക്റ്റായിട്ട് കൈ ഷേക്കില്ലാതെ അത് പിടിച്ച് കറക്റ്റായിട്ട് ആ ജലം ആവശ്യമുള്ള ഭാഗങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സൂക്ഷ്മ തേങ്ങ ചലിക്കും. ചിലപ്പോൾ നമ്മൾ നടക്കുന്നതുകൊണ്ട് ചലിക്കും. പക്ഷെ ഈ കാര്യം ഞാൻ നടന്നത് കൊണ്ടല്ല, ഇപ്പം ഈ ടെക്നീഷ്യന്റെ നിരന്തരമായ എക്സ്പീരിയൻസും അനുഭവങ്ങളിലും അദ്ദേഹം കണ്ടുപിടിക്കും. പക്ഷെ ഇപ്പൊ ആ ടെക്നോളജി പോയി. ഇപ്പൊ തന്നെ ഒരു മിഷനറിയാണ്. ഇപ്പം ഭൂമിക്ക് താഴെ എത്ര അടിക്ക് താഴെ ഏത് ലെയറിൽ ഏത് വെള്ളം ഉണ്ടെന്ന് വരെ കണ്ടുപിടിക്കാനുള്ള അതിനൂതന സാങ്കേതിക വിദ്യകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു തൊഴിൽ ഉപജീവന മാർഗം എന്നുള്ള അവരെയും കൈവിടാൻ പാടില്ല. നല്ല എക്സ്പെർട്ടുകളുണ്ട്, അവരുടെ ഇങ്ങനെയും നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പോൾ ഇതിന്റെ നമ്മൾ പറഞ്ഞ സബ്ജക്റ്റിന് പലപ്പോഴും മാറിപ്പോകുന്നു. അപ്പൊ ഇത് എങ്ങനെയാ ഈ കുഴികൾ വരാൻ പാടില്ല വെച്ചാൽ, വാതിൽ നിന്ന് നേരെ നമ്മൾ കടക്കുമ്പോൾ അതിന് താഴെ ഒരു കിണറോ കുഴിയോ ശരിക്കും പറഞ്ഞാൽ അതിന്റെ എനർജി ഫ്ലോവിന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ആ 90 ഡിഗ്രി ഇടത്തോട്ടോ വലത്തോട്ടോ വയ്ക്കാം. ഒരല്പം ഈ റൗണ്ട് തൊട്ടാലും കുഴപ്പമില്ല, പക്ഷെ 90 ഡിഗ്രി വരരുത് ഒരിക്കലും. മനസ്സിലായില്ലേ? അപ്പം ഇതിപ്പോ എങ്ങനെയാ, ഉച്ചത്തിൽ നിങ്ങൾ കുഴി അല്ലാതെ തന്നെ അവിടെ തെറ്റാ. അപ്പൊ നിങ്ങൾ ഒരു കിണർ വെച്ചിട്ട് ഒന്നും കുഴപ്പമില്ല, വെച്ചോളൂ. പക്ഷേ നീചത്തിൽ, പക്ഷെ ഉച്ചത്തിൽ വെക്കുമ്പോൾ ഈ ഗേറ്റിന് നേരെയോ അല്ലെങ്കിൽ വാതിലിന് നേരെയോ കുഴികളോ സെപ്റ്റിക് ടാങ്കോ, സെപ്റ്റിക് ടാങ്ക് പോലും പരിഹരിക്കാം. അത് ഉള്ളിൽ മൂടിയിരിക്കുന്നതാ, അതുപോലും ഇതിന്റെ ഒരു 50% എഫക്റ്റ് ഉള്ളൂ. പക്ഷെ ഡയറക്റ്റ് കിണറരുത്. ചില സ്ഥലങ്ങളിലൊക്കെ നിവൃത്തിയില്ലാതെ ഞാൻ അവരെ വശമിപ്പിക്കാതിരിക്കാൻ അത് ശ്രദ്ധിക്കാതെ അവരോട് പറയാതെ വരുന്നത് വലിയ കിണറായിരിക്കും വാതിലിന് നേരെ, എന്നാൽ ഉച്ചത്തിലുവാ. പക്ഷെ അവരുടെ അടുത്ത് പറയുമ്പോൾ പിന്നെ അവർക്ക് ഫീൽ ആവും. പല ഭാഗത്ത് ഞാൻ അത് പറയാതെ വരുന്നുണ്ട്. വേറെ വഴിയില്ല, അത്രയും കിണർ മൂടാൻ പറ്റും. നമ്മളൊരു വീട്ടിൽ പോവുക, അവർ ഭയപ്പെടുത്താതെ വരണം. മെല്ലെ മെല്ലെ കാര്യങ്ങളൊക്കെ തീരുമ്പോൾ മെല്ലെ മെല്ലെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ചില രീതിയിലുണ്ട്. പക്ഷെ ശരി, ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ശരിക്കും മനസ്സിലായോ? അതെ, മനസ്സിലായി. ഇപ്പോൾ സാറ് പറഞ്ഞു ഇത് നേരിട്ട് വന്ന് തന്നെ പഠിക്കുക വേണം എന്നുള്ളത്. അപ്പം ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണ് സാറിൻ്റെ അടുത്ത് എത്തിപ്പെടേണ്ടതെന്നും പഠിക്കാൻ വരേണ്ടത് എങ്ങനെയാണെന്നും. സാർ അതൊന്ന് പറയാവോ? അതിപ്പം ഒരുപാട് ആൾക്കാർ ഫോണിലൂടെ വിളിക്കുന്നുണ്ട്. ക്ലാസ്സിന് എൻക്വയറിക്ക് ഒരു പഞ്ചമില്ല. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ വേറൊരു കാര്യം ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാവരോടും പറയാണ്, നിങ്ങൾ ഒരിക്കലും ഇത് ഓൺലൈനിൽ പഠിക്കാൻ ശ്രമിക്കരുത്. വാസ്തു അതിന് നിങ്ങൾക്ക് ഇത് തന്നെ ധാരാളമാണ്, ഈ വ്ളോഗ് തന്നെ ധാരാളമാണ്. അത് ഓൺലൈൻ പഠിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഓരോ വ്ളോഗുകളും തരുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടി ഓൺലൈൻ ഫീസ് അടച്ച് പഠിക്കണ്ട. ഇതൊരു പ്രൊഫഷണലായിട്ട് എടുക്കണം. കാരണം ഒരു പ്രൊഫഷണലായിട്ട് എടുക്കുക. എനിക്ക് തന്നെ ആൾ ആവശ്യമുണ്ട്, ഒരുപാട് ആൾക്കാർ. ഇതൊന്ന് പഠിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് തന്നെ ആൾ ആവശ്യമുണ്ട്. എനിക്ക് വേറൊരാളെ അറിയിക്കാൻ പറ്റില്ല. എന്നിൽ നിന്ന് ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരെ എനിക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തന്നെ ആൾ ആവശ്യമുണ്ടെന്നേ. അപ്പോൾ ഇതൊരു വരുമാന മാർഗം കൂടെയാണ്. പക്ഷേ ഇത് നേരിട്ട് പഠിക്കാൻ വയ്യ. എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനിൽ പഠിക്കണം, പറ്റില്ല. പൈസയൊക്കെ കിട്ടും, പക്ഷെ അതല്ല എൻ്റെ ശരി. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുള്ളവർ ഈ യാത്ര ചെയ്യൂ. ഇവരുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും സാറ് വരുമോ എന്നാണ് ചോദിക്കുന്നത്. ആരുടെ ആവശ്യമോ? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ യാത്ര ചെയ്യൂ. 2 ദിവസമോ 3 ദിവസമോ കണ്ടെത്തുക. ഫുഡും അക്കോമഡേഷനും എല്ലാം ഞാൻ ചെയ്യുകയാണ്. നിങ്ങൾ യാത്ര ചെയ്യൂ. നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നു അതേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. 2 ദിവസം നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിനെ മാറ്റിമറിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു രഹസ്യങ്ങൾ അല്ലെങ്കിൽ വാസ്തു സൂക്ഷ്മങ്ങൾ പഠിക്കാൻ യാത്ര ചെയ്യൂ നിങ്ങൾ. അതുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസ്, നേരിട്ടുള്ള ക്ലാസ് മാത്രമേ ഞാൻ പരിഗണിക്കുന്നുള്ളൂ. ആർക്ക് വേണമെങ്കിലും വിളിക്കാം. 2ാമത്തെ ഓഫീസ് നമ്പറിലോട്ട് വിളിക്കാം, തരുന്നതാണ്. നമ്പേഴ്സ് താഴെ ഉണ്ടാവുമല്ലോ. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വാസ്തുപരമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ സാറിൻ്റെ നമ്പറായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇതുപോലെ മനോഹരമായ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു.